ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ 2026 നിങ്ങൾക്ക് എങ്ങനെയെന്ന് അറിയുന്നതിനായി ജാതക പരിശോധന നടത്തി പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതാണ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക. അതുപോലെ തന്നെ ദോഷങ്ങൾ ജീവിതത്തെ ബാധിക്കുന്നുവെങ്കിൽ ഐശ്വര്യപ്രദമായ യന്ത്രങ്ങൾ വളരെ ചിട്ടയോടും നിഷ്ഠയോടും കൂടി പൂജാതി കർമ്മങ്ങൾ കഴിഞ്ഞ് നിങ്ങളുടെ കൈകളിൽ എത്തിച്ചു തരുന്നു. സർവൈശ്വര്യത്തിനായി സുദർശന യന്ത്രം, സമ്പദ് വർധനവിനായിട്ട് കുബേര യന്ത്രവും ധനലക്ഷ്മി യന്ത്രവും, ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ബാണേശി, വിവാഹ തടസ്സം നേരിടുന്നവർക്കായി സ്വയംവര യന്ത്രം തുടങ്ങി ജാതക പരിശോധന നടത്തി ഏത് യന്ത്രമാണോ നിങ്ങൾക്ക് വേണ്ടുന്നത് അത് കൃത്യമായി നിങ്ങൾക്ക് നൽകുന്നതാണ്. താല്പര്യമുള്ളവർ മാത്രം ബന്ധപ്പെടുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കപിധ്വജം ഭുവലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം വിഘ്നേശ്വര, ഓം മഹേശ്വര, ഓം പാർവതിയമ്മേ ഭഗവതിയെ നമോ നമഃ. ഓം സുബ്രഹ്മണ്യ സ്വാമിയെ നമോ നമഃ. ഓം സ്വാമിയെ കാളികാളിയമ്മേ പൂർണേശ്വരി ദേവി ദുർഗാദേവിയമ്മേ ലക്ഷ്മി. ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. 2026 യോഗങ്ങളുടെ തന്നെ ഒരു വർഷമാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എല്ലാ നക്ഷത്ര ജാതർക്കും തീർച്ചയായിട്ടും യോഗ വ്യവസ്ഥയിൽ സന്തോഷം അനുഭവിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. അതിൽ വളരെ പ്രധാനമായ ഒരു യോഗത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. അതായത് ശുക്ര ആദിത്യ രാജയോഗം സംജാതമാകാൻ പോകുന്ന വ്യവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. 2026 മാർച്ച് മാസം 15 സൂര്യൻ അഥവാ ആദിത്യൻ കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് മാറുകയാണ്. സൂര്യൻ അഥവാ ആദിത്യൻ അഥവാ രവി കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് മാറി വരുമ്പോൾ അവിടെ ശക്തനായിരിക്കുന്ന ശുക്രൻ്റെ നിലയുണ്ട് എന്നുള്ളതാണ്. മീനം രാശിയിൽ സൂര്യൻ അഥവാ ആദിത്യൻ ശുക്രഗ്രഹവുമായിട്ട് സംയോജിക്കുമ്പോൾ ശുക്രാദിത്യ രാജയോഗം സംജാതമാവുകയാണ്. ജ്യോതിഷത്തിൽ ശുക്രനും ആദിത്യനും യോഗം ചെയ്തു നിന്നാൽ അല്ലെങ്കിൽ ചേർന്നു നിന്നാൽ അതിഗംഭീരമായിരിക്കുന്ന അനുഗ്രഹ സാധ്യതയുണ്ടാകുമെന്നുള്ളതാണ്. ശുക്രൻ തൻ്റെ ഉച്ചരാശിയായ മീനത്തിൽ നിൽക്കുമ്പോൾ സൂര്യനുമായി ചേരുന്നത് ഈ യോഗത്തിൻ്റെ ഗുണം ഇരട്ടിയായി വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. ഇത് പ്രധാനമായും കല, സൗന്ദര്യം, സാമ്പത്തികം, പ്രശസ്തി എന്നിവയ്ക്ക് കാരണമായി തീരും എന്നുള്ളതും എടുത്തു പറയേണ്ടുന്ന കാര്യമാണ്. ഈ രാജയോഗം വഴി വളരെ ഭാഗ്യം അനുഭവിക്കുവാൻ പോകുന്ന നക്ഷത്ര ജാതർ ആരൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ആദ്യമായി മീനക്കൂറിലെ ഉത്രട്ടാതി രേവതി നക്ഷത്ര ജാതരാണ് 2026 മാർച്ച് മാസം 15 ഉണ്ടാകാൻ പോകുന്ന ശുക്രാദിത്യ രാജയോഗത്തിൻ്റെ അനുഗ്രഹ ഫലം ലഭിക്കുവാൻ ഭാഗ്യമുള്ള നക്ഷത്ര ജാതർ. മീനക്കൂറുകാരുടെ രാശിയിലാണ് ഈ യോഗം നടക്കുന്നത്. അതിനാൽ ഏറ്റവും കൂടുതൽ ഗുണം അനുഭവിക്കുവാൻ പോകുന്നത് ഈ രാശിയിലുള്ള ഈ നക്ഷത്ര ജാതരാണ്. സാമ്പത്തികമായ വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുക, അതുപോലെ തന്നെ ജോലി സംബന്ധമായ കാര്യത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുക തുടങ്ങിയ വളരെ സന്തോഷകരമായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ രാശി നക്ഷത്ര ജാതർ ചെന്നെത്തുന്നത്. യുവതി യുവാക്കൾക്ക് ജോലി ലഭിക്കുക, വിദ്യാഭ്യാസപരമായിരിക്കുന്ന കാര്യങ്ങൾക്ക് പുരോഗമനമുണ്ടാവുക, വിദേശവാസം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള വഴി തുറന്നു കിട്ടുക, സാമ്പത്തികമായ മേന്മ ഏതു തരത്തിലായാലും കൈകളിൽ എത്തിച്ചേരുക എന്നുള്ളത് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യദായകമായിരിക്കുന്ന വ്യവസ്ഥ തന്നെയാണ്. മീനം രാശിയിലെ ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗ്യം കൂടുതലായി വന്നു ചേരുന്നത്. അതുപോലെ തന്നെ പുതിയ പ്രണയബന്ധങ്ങൾ വന്നു ചേരുക, വാഹനം വന്നു ചേരുക, വിവാഹ തടസ്സങ്ങൾ നിലനിന്നവർക്ക് അത് ഒഴിഞ്ഞ് വിവാഹത്തിനുള്ള വഴി തുറക്കുക തുടങ്ങിയവയും ഈ നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം വന്നു ചേരുന്ന ഭാഗ്യങ്ങളിൽ ഒന്ന് തന്നെയാണ്. അടുത്തത് കന്നിക്കൂറാണ്. ഉത്രം മുക്കാൽ അത്തം ചിത്തിര പകുതി ചേരുന്ന കന്നിക്കൂർ
കന്നിക്കൂറുകാരുടെ 7ാം ഭാവത്തിലാണ് സൂര്യൻ്റെയും ശുക്രൻ്റെയും ഈ യോഗം നടക്കുന്നത്. ദാമ്പത്യ ജീവിതത്തിലെ അസ്വാരസ്യങ്ങൾ മാറും. ബിസിനസ്സിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. പുതിയ ബിസിനസ് പങ്കാളികളെ കണ്ടെത്തി ബിസിനസ് ശ്രേയസ്കരമാക്കുവാൻ കഴിയും. വിദേശത്ത് നിന്ന് നല്ല വർത്തമാനങ്ങൾ അഥവാ വാർത്തകൾ കേൾക്കാനിടയാകും. വളരെയധികം ഭാഗ്യദായകമായിരിക്കുന്ന അനുഭവ മുഹൂർത്തങ്ങളെ കാണുവാനും അനുഭവിക്കുവാനും ഭാഗ്യമുള്ളവരാണ് ഈ നക്ഷത്രജാതർ. കന്നിക്കൂറുകാരായിരിക്കുന്ന ഈ നക്ഷത്രജാതർക്ക് സാമ്പത്തികമായ മേന്മ പറയുന്നതിലും അധികം വന്നുചേരും. ലോട്ടറി പോലെയുള്ള വമ്പൻ ഭാഗ്യങ്ങളൊക്കെ 1ാം സമ്മാനം ലഭിച്ചില്ലെങ്കിൽ കൂടി വലിയ തുക സമ്മാനമായി ലഭിക്കുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ചിട്ടി, ലേലം ഇതുപോലെയുള്ള വ്യവസ്ഥകളിൽ നിന്ന് ധാരാളം ധനം വന്നു ചേരാനുള്ള വ്യവസ്ഥിതിയും കാണുന്നുണ്ട്. കാർഷികപരമായ കാര്യങ്ങളിൽ പുരോഗതി, വിദേശപരമായിരിക്കുന്ന വ്യവസ്ഥകളിലേക്ക് പോകാനുള്ള ഭാഗ്യം, വിദേശത്ത് ജോലി സാധ്യത തേടിയെത്തുകയും ജോലി ലഭിക്കാതെ നിൽക്കുന്ന ആളുകൾക്ക് പൂർണ്ണമായ അധികാരഭാവത്തോടുകൂടി ജോലി ലഭിക്കുന്ന അവസ്ഥയെത്തുകയും അങ്ങനെ സർവ്വ സന്തോഷകരമായിരിക്കുന്ന ജീവൽ സാന്നിധ്യം നിറയുന്ന രാശിയാണ് കന്നി രാശി എന്ന് പറയുന്നത്. തീർച്ചയായും കന്നി രാശിയിലെ ഈ നക്ഷത്ര ജാതർക്ക് ചിന്തിക്കുന്നതിലും അപ്പുറത്തേക്കുള്ള സാമ്പത്തിക മേന്മയുണ്ടാവും എന്നുള്ളതാണ്. വൈവാഹിക ജീവിതത്തിലെ തടസ്സങ്ങൾ മാറിക്കിട്ടും. പ്രണയ സംബന്ധമായ വ്യവസ്ഥകൾക്കെല്ലാം തീരുമാനമാകും. ടെക്നിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ നിൽക്കുന്ന ആളുകൾക്ക് വിജയകരമായി അത് പൂർത്തീകരിക്കുവാൻ കഴിയും. ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരാനുള്ള അവസരം ഉണ്ടാകും. അടുത്തത് മേടക്കൂറാണ്. അശ്വതി, ഭരണി, കാർത്തിക കാൽ ചേരുന്ന മേടക്കൂറുകാരുടെ 12ാം ഭാവത്തിലാണ് ശുക്രൻ്റെയും ആദിത്യൻ്റെയും ഈ ചേർച്ചയുണ്ടാകുന്നത്. ശുക്രൻ 12ാം ഭാവത്തിൽ മേടക്കൂറുകാർക്ക് ബലവാനായി നിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വിദേശയാത്ര ഉറപ്പായും നടക്കും. വിദേശത്തേക്ക് ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ സാലറിയോടുകൂടി ഈ ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ നന്നായി തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. തടസ്സപ്പെട്ടു കിടക്കുന്ന പല സാമ്പത്തിക വ്യവസ്ഥകളും പൂർണ്ണമായും ഇവരുടെ കൈകളിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ രോഗ സംബന്ധമായി ആശുപത്രി വാസം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളിൽ തീർച്ചയായിട്ടും രോഗത്തിനും ദുരിതത്തിനും കുറവ് കാണും, മാറ്റം തന്നെ കാണും. അതിലൂടെ ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം ഇല്ലാതെയാകും. രോഗ ദുരിതങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നതിനായിട്ട് ശുക്രാദിത്യ രാജയോഗം അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായി വളരെയധികം പുരോഗമനമുണ്ടാകും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന യുവതീ-യുവാക്കൾക്ക് ആ പരീക്ഷകളിലൊക്കെ വലിയ വിജയം വന്നു ചേരുകയും അതിനനുസരിച്ചിട്ടുള്ള സ്ഥാനമാനങ്ങൾ ലഭിക്കുകയും ചെയ്യുമെന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന സാധ്യതയാണ്. അതുപോലെ തന്നെ വാർദ്ധക്യ വ്യവസ്ഥകളിൽ രോഗസംബന്ധമായി കിടക്കുന്ന ആളുകൾക്ക് അതിൽ നിന്നൊക്കെ ഒരു മുക്തി ഉറപ്പായും ഈ 1 വർഷക്കാലത്തേക്കുണ്ടാകും എന്നുള്ളതും തെളിച്ചും ഉറപ്പായും പറയാൻ കഴിയുന്ന കാര്യം തന്നെയാണ്. അതുപോലെ കലാ, കായിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിൽ നിലനിൽക്കുന്ന ആളുകൾക്ക് നേതൃത്വ സ്ഥാനത്തേക്ക് വരാൻ കഴിയും. ആ നേതൃത്വ സ്ഥാനത്തിലൂടെ അവർക്ക് ഒരുപാട് കീർത്തിയും ബഹുമതി പത്രങ്ങളും ഒക്കെ ലഭിക്കുന്നതിനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. തീർച്ചയായും മേടക്കൂറുകാരായിരിക്കുന്ന നക്ഷത്രജാതർക്ക് വളരെ ഭാഗ്യദായകമായിരിക്കുന്ന ഒട്ടനവധി അനുഭവങ്ങൾ വന്നു നിറയുന്ന ഒരു വർഷം തന്നെയായിരിക്കും ഈ ശുക്രാദിത്യ രാജയോഗം നിലനിൽക്കുന്ന ഈ വർഷം. അടുത്തത് കർക്കിടകക്കൂറാണ്. പുണർദം, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ ചേരുന്ന കർക്കിടകക്കൂറുകാരുടെ ഭാഗ്യസ്ഥാനമായിരിക്കുന്ന 9ാം ഭാവത്തിലാണ് സൂര്യൻ്റെയും ശുക്രൻ്റെയും ഈ സംയോജനം നടക്കുന്നത്. ആയതുകൊണ്ട് തന്നെ സൗഭാഗ്യദായകമായിരിക്കുന്ന ഒട്ടനവധി ജീവിത അവസരങ്ങൾ വന്നു ചേരും. സാമ്പത്തികമായ ഉന്നതിക്ക് വേണ്ടുന്ന ഒട്ടേറെ അനുഭവ വ്യവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരും. തൊടുന്നതെന്തും ഭാഗ്യദായകമായി മാറുന്ന അവസ്ഥയിൽ ഈ നക്ഷത്ര രാശിക്കാരെത്തുക തന്നെ ചെയ്യും. വിദേശ രാജ്യത്തിലേക്ക് പോകുന്നതിനും അതുപോലെ തന്നെ വിദേശ രാജ്യത്ത് നിന്നും ധനം എത്തുന്നതിനുമുള്ള ഭാഗ്യം ഈ രാശിക്കാരായിരിക്കുന്ന നക്ഷത്രജാതർക്ക് ഉറപ്പായും സംജാതമാകുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ നക്ഷത്രജാതരായിരിക്കുന്ന ആളുകൾക്ക് പിതാവിൽ നിന്ന് സഹായം ഏറെ ലഭിക്കും. പിതൃസ്ഥാനീയരായിരിക്കുന്ന ആളുകളിൽ നിന്ന് സമ്പത്ത് വന്നു ചേരും. ഒരിക്കലും തിരികെ ലഭിക്കുകയില്ല എന്ന് വിചാരിച്ചിരുന്ന കിട്ടാക്കടങ്ങൾ സ്വാഭാവികമായും ഈ ശുക്രാദിത്യ രാജയോഗത്തിൻ്റെ വ്യവസ്ഥയിൽ വന്നു ചേരുക തന്നെ ചെയ്യും. ഭാഗ്യ പരീക്ഷണങ്ങളിലൊക്കെ വിജയിക്കുവാൻ ഈ നക്ഷത്രജാതർക്ക് അവസരമുണ്ടാകും. ദൂരയാത്രകൾ വഴി ധാരാളം നേട്ടങ്ങൾ വന്നു ചേരും. ലോട്ടറി പോലെയുള്ള വമ്പൻ ഭാഗ്യങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് വിചാരിച്ച്
വലിച്ചുവാരി ലോട്ടറി എടുക്കരുത്. 1, 2 വെള്ളി, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ മാത്രം എടുക്കുക. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷമായിരിക്കും ശുക്രാദിത്യ രാജയോഗത്തിലൂടെ ഈ രാശിക്കാരിൽ ജനിക്കുന്ന ആളുകൾക്ക്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വിശാഖം, കാൽ, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ ചേരുന്ന വൃശ്ചികക്കൂറ്. വൃശ്ചികക്കൂറുകാരുടെ 5ാം ഭാവത്തിലാണ് ശുക്രൻ്റെയും ആദിത്യൻ്റെയും സംയോഗം നടക്കുന്നത്. സന്താന ഭാഗ്യം ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും അത് നടക്കുക തന്നെ ചെയ്യും. വിവാഹാദികളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറും. മംഗളകരമായ ഒട്ടനവധി മുഹൂർത്തങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നുചേരും. ദാമ്പത്യ ജീവിതത്തിലെ ഏറ്റവും അനുകൂലവും ആഹ്ലാദപരവുമായിരിക്കുന്ന സന്ദർഭങ്ങളായിരിക്കും ഇവർക്ക് വരാൻ പോകുന്നത്. ശുക്രാദിത്യ രാജയോഗത്തിലൂടെ വളരെ ഭംഗിയുള്ളതായിരിക്കുന്ന അലങ്കാരം വ്യവസ്ഥകൾ നിറയുന്ന, ആരും ആഗ്രഹിച്ചു പോകുന്ന തരത്തിൽ ഗൃഹത്തെ മോടി പിടിപ്പിക്കുവാനും വസ്ത്രങ്ങൾ ധരിക്കുവാനും ഉള്ള ഭാഗ്യം ഈ വർഷം നിങ്ങൾക്ക് വന്നു ചേരും. കലാ, സാഹിത്യ, കായിക, രാഷ്ട്രീയ രംഗത്തിൽ ഉള്ളവർക്ക് നേതൃസ്ഥാനത്തേക്ക് ഉയരാൻ കഴിയും. അതുപോലെ തന്നെ ധാരാളം മത്സര അവസ്ഥകൾ വന്നു ചേരും. ആ മത്സര അവസ്ഥകളെല്ലാം തന്നെ വിജയിക്കുവാൻ പൂർണ്ണമായും കഴിയും എന്നുള്ളത് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന സമയമാണ്. അതുപോലെ തന്നെ കലാ, കായിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവർക്ക് ധാരാളം പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും ഒക്കെ വന്നു ചേരുന്ന വർഷമാണ്. നാടകം, സിനിമ, അതുപോലെയുള്ള അഭിനയ മേഖലകൾ, നൃത്ത മേഖലകൾ, അതുപോലെയുള്ള വളരെ സാധ്യതയുള്ള കലാപരമായ മേന്മകളിൽ നിറഞ്ഞു നിൽക്കുന്നവർക്ക് പ്രശംസയും അതുപോലെ തന്നെ ധനവും ധാരാളം വന്നു ചേരുന്ന സമയമായിട്ട് നമുക്ക് ശുക്രാദിത്യ രാജയോഗത്തെ കാണാൻ കഴിയും. തീർച്ചയായും ഈ യോഗം വളരെ ഭംഗിയായി അനുഗ്രഹിക്കുവാൻ വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി ദേവിക്ക് ഇരട്ടി മധുര പായസമോ വെള്ളപ്പൂക്കൾ ചേർന്നുള്ള അർച്ചനയോ നടത്തണം. ദരിദ്രരായ സ്ത്രീകൾക്ക് വസ്ത്രം, അന്നം തുടങ്ങിയവ ദാനമായി നൽകാം. അതുപോലെ തന്നെ ദേവി ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് അത്യുത്തമമാണ്. തീർച്ചയായിട്ടും 2026 മാർച്ച് 15 ഉണ്ടാകുന്ന ബുധാദിത്യ രാജയോഗത്തിലൂടെ വളരെയധികം ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് എത്തുന്ന ഈ രാശിജാതരെ മനസ്സുകൊണ്ടും ഈശ്വരനോട് നന്നായി ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം. നന്ദി, നമസ്കാരം.